പുതിയ വീട്ടിലേക്ക് നമ്മളിപ്പോ ഒരു വർഷമായി ഇപ്പൊ സൈക്കിള് ഇപ്പൊ ഒരു പുതിയ വീഡിയോ ഇട്ട് തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര തിരക്കായത് കൊണ്ടാണ് നമ്മൾ സൈക്കിൾ അങ്ങനെ ചവിട്ടാത്തത്. അതുകൊണ്ട് വെരി ബിസി ഗൈസ്. ഞങ്ങൾ പോകുന്നത് പള്ളിയുടെ മേളിലേക്ക് റോഡുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് പോകണേ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. എടുക്കുന്നത് 3 സൈക്കിളാണ്. ഒരെണ്ണം റോക്ക് റൈഡറാണ്, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നേരത്തെ റൈഡിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ടുള്ളത് ബിറ്റ്വീൻ്റെ മൈ ബൈക്ക് എന്ന് പറഞ്ഞ സൈക്കിൾ സ്ട്രൈഡ് റൈഡറുമാണ്. ഇത് അപ്പുറത്തുള്ളൊരു കൊച്ചിൻ്റെയാണ്. ഈ ബിറ്റ്വീൻ ഈ പുള്ളിയുടെയാണ്, ആ റോക്ക് റൈഡർ ഈ പുള്ളിയുടെയാണ്. അപ്പോൾ അങ്ങനെ ഈ 3 സൈക്കിളാണ് സൈക്കിൾ റൈഡിന് എടുക്കുന്നത്. അപ്പോൾ പിന്നെയൊക്കെ ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റോഡിന് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ മെറ്റലൊക്കെ ഇടുവാണ്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ പുതിയ സ്ഥാനാർത്ഥികളൊക്കെ വന്നപ്പോൾ കുറച്ച് മെറ്റലൊക്കെ ഇവിടെ ഇട്ട് റോഡൊക്കെ നന്നാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പം റോഡിൽ കുറേ പരിപാടിയായി. ഇവിടെ കുറേ മെറ്റലൊക്കെ വാരി കോരിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ മെറ്റലൊക്കെ എടുത്തുകൊണ്ട് വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഷോ കാണിക്കുകയാണ്. അവിടെയും കുറേ മെറ്റലൊക്കെ, ഇനി ഇവിടെയും കൂടിയാണ് മെറ്റൽ ഇടാനുള്ളത്. ടാർ മിക്സ് ചെയ്യണത് അവിടെ അതിന്റെ ബാക്കിൽ ടാർ ഇരിക്കുന്നുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഗായ്സ്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയാണ് ടാറിങ് തുടങ്ങണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ അയൽവക്കക്കാർ പറയണേ. ഇൻകലാബ് സിംബാബ. നമ്മൾ ഈ വഴി കൂടെയാണ് പോകുന്നത്. ബായ്. റൈഡ് തുടങ്ങാൻ പോവാന്ന്. അപ്പോൾ ഇനി നമുക്ക് റൈഡിന്റെ പകുതിക്ക് വെച്ച് കാണാം. അപ്പം അവനാണ് ഈ റോക്ക് റൈഡർ ചവിട്ടണത്. ഇവൻ അനിയൻ സ്റ്റൈർ റൈഡർ, ഞാൻ ഈ ബിറ്റ്വീൻ്റെ മൈ ബൈക്ക്. ഓക്കെ, ഡിഫൻഡർ അല്ല, ബൈക്ക്. ഓക്കെ, നമ്മളീ പൊട്ട റോട്ടിക്കൂടെ ഓടിച്ചോടിച്ച സൈക്കിളിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാണ്. നല്ല റോഡ് അങ്ങനെ ഓടിച്ചോടിച്ചാണ് ഈ എൻ്റെ റിമ്മൊക്കെ പോയത് സൈക്കിളില്. നമ്മുടെ മറ്റേ സൈക്കിളല്ലേ റാലി, അത് ഈ പൊട്ട റോട്ടിക്കൂടെ ഓടിച്ചോടിച്ച് അതിന്റെ അലോവിൽ നിന്ന് ടയറങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് അത് എടുക്കാത്തത്. അതുകൊണ്ട് ഇപ്പൊ കടം ചോദിച്ചേക്കും സൈക്കിള്. അപ്പോൾ എനിക്ക് കയറ്റം ചവിടാൻ ഭയങ്കര പാടാണ്. ഗിയറൊന്നുമില്ല. ഫോണുള്ളത് കാരണം ഫോണൊക്കെ പോയ ഭയങ്കര പണി കിട്ടും. അതുകൊണ്ട് ഇവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. എഡ്വിൻ്റെ കയ്യിൽ. ഗൈസ്, ഇല്ലാത്ത ദാരിദ്ര്യമാണിപ്പോൾ. നമ്മളങ്ങനെ ഇതാ മല കടക്കുന്നു. അയ്യോ, ഇവിടെ ഒരു ഓട്ടോ കിടക്കണം. അയ്യോ, നമ്മുടെ അപ്പുക്കുട്ടൻ്റെ കയ്യിൽ ഇതാ ഞാൻ ഫോൺ ഏൽപ്പിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ. പൊട്ട കനാലാണ് ഗൈസ്. ഇവിടെ വെള്ളം വരും, പക്ഷെ ഇവിടെ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കും ഗൈസ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അടി നോക്കിക്കോ, കണ്ടോ, ഭയങ്കര കൊതുകൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇല്ലേ പിന്നെ അപ്പോൾ ഗൈസ് നമുക്ക് പോകാം. ഞാൻ എടുക്കാൻ പോകണം. ഇച്ചിരി നേരം അവൻ്റെ വ്ലോഗ് നിങ്ങൾ കാണുക. പോകുന്നു. എങ്ങോട്ടാന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇങ്ങോട്ടൊന്നും ഒരു ഐഡിയ ഇല്ല ഗായ്സ്. ഞാൻ ഇവിടത്തെക്കാരനല്ല, എന്നാലും ഏതൊക്കെ വഴി കൂടെ പോകുന്നു. നമ്മുടെ ബാസും ബായ് ഇവിടെ പോകുന്നു. അടുത്തായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ വരെ പോകാൻ പറ്റുമോ അറിയില്ല. നമുക്ക് പോയി നോക്കണ്ട ഒരു. ഗായ്സ്, ഞങ്ങളുടെ ബാസുവിന് ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ വേഗം പോകണം. 11 മണിക്ക് ക്ലാസ് ഉണ്ട്. എത്ര മണിയാണ് ഇപ്പം സമയം? ഇപ്പൊ അറിയില്ല. ഭയങ്കര വെയിലാണ് ഗായ്സ്. ഇവിടെ ചവിട്ടാൻ നല്ല സുഖമാണ്, പക്ഷെ അങ്ങോട്ടേക്ക് കയറ്റാട്ടോ. ഇച്ചിരി ഗിയറെ ഫസ്റ്റിലേക്ക് ഇട്ടോട്ടോ, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇട്ടേക്കണേ. പിന്നെ എന്തൊക്കെയുണ്ട് ഗായ്സ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ദൈവമേ, ഇവിടെ ഒരു അങ്ങനെ എന്താ കാണിച്ച് ഓടിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കയറ്റം ഉണ്ട് കേട്ടോ. നമ്മളിതാ പോകുന്നു. പിന്നെ നിനക്ക് ഇത് ചെയ്യണേ, മൊബൈൽ പിടിക്കണേ ബുദ്ധിമുട്ടുണ്ടോ? നോ പ്രോബ്ലം. നമുക്കിത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. ഗൈസ് കയറിക്കൊണ്ട് വരികയാണ്.
അപ്പം എൻ്റെ അനിയൻ്റെ കൈ കൊടുക്കുകയാണ് ഡെയിൻ ഞാൻ എൻ്റെ ഫോൺ കൊടുക്കുകയാണ്. സൂക്ഷിച്ചോണം കേട്ടോ, ഫോൺ ഇനി പിടിക്കുന്നില്ല. ഇതാണ് റബ്ബറും തോട്ടം. ഫസ്റ്റ് ഇംപ്രഷൻ ആദ്യമായിട്ടല്ലേ റബ്ബർ തോട്ടം കാണണം. എന്താടാ ഇപ്പൊ പറയണ്ടേ, പ്രകൃതി സ്നേഹല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. നിങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണണേ ഗൈസ്. ഐ വിൽ ടേക്ക് ഇറ്റ്. ഇനി ഞാനാണിപ്പോ പിടിക്കാൻ പോകുന്നത്. മച്ചാനെ ഭയങ്കര പണിയാണ്, ഇവിടെ കയറ്റാണ്, അതാ പ്രശ്നം. ഞാനൊക്കെ അവിടെ ഇഷ്ടംപോലെ കയറ്റുണ്ട്. എനർജി ഗുഡ് വേസ്റ്റ്. ഹലോ, ഭയങ്കര പണിയാ. ഇവിടെ ചെറിയൊരു ഇറക്കം കിട്ടി. മീയുടെ അങ്കള. Hey bye, semua. Guys, ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറപ്പിക്കുവാണ്. തൂമ്പ ചാനെ ഞാൻ ഒരു ബാക്കിലുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ എത്തി ഗൈസ്. ഇനി കയറ്റാണ്. അപ്പോൾ ഞാൻ പിടിച്ചു തരുന്നത് എനിക്ക് വയ്യ. ഇവിടെ കയറ്റ, അതുകൊണ്ട് അനിയൻ എൻ്റെ അടുത്തേക്ക് ഫോൺ തന്നിട്ടോ. ഇവിടെ ഫുള്ളും റബ്ബർ കൃഷിയാണ്, റബ്ബറും തോട്ടമാണ്. അവിടെ ഒരു പൈനാപ്പിൾ തോട്ടം ഉണ്ട്, നല്ല ചെറിയൊരു നല്ല വ്യൂ ഉണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. പറ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കയറ്റം കിട്ടി ഗൈസ്. ഞാൻ ഈ ക്യാമറ പിടിക്കാൻ പോവുകയാണ്. എനിക്ക് ചവിട്ടാൻ പറ്റുമോ? എനിക്ക് കുഴപ്പമില്ല. നമ്മള് വലിയ ആനമുറ മണ്ണ് എടുത്തിട്ടുണ്ട്, അപ്പോഴാണ് ഫോൺ പോയ പണി കിട്ടുക. ഞാൻ വലിയ പ്രോ പ്ലെയറാ. അപ്പുറത്താണ് റബ്ബറും തോട്ടം. അപ്പം കയറ്റം കയറാം, എടുത്തോ. അപ്പം എഡ്വിൻ്റെ ഫോണാണ്, ഫോൺ കൊടുത്തേക്കുവാണ് ഗൈസ്. നമ്മുടെ അപ്പു ബ്രോ അവിടെ എന്തോ ഒരു മാങ്ങാത്തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഇനി മല ചുമക്കാൻ പോവുകയാണ്. വാ, നമ്മളിനി ഇവിടെ നിന്ന് മല കയറുന്നു. എന്താ? ഷോ കഴിഞ്ഞില്ലേ? ഇനി അവിടെ നിന്ന് വീഴണം കൂടി മതിയോ? എടാ ബാലൻസ് ഇട്ടുണ്ടോ? അതൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ മല കയറിട്ടോ. അപ്പോൾ നമ്മളിനി ഈ മല കയറിയിട്ട് അപ്പോൾ നമ്മളിനി ഇവിടുത്തെ കയറ്റം കയറിയിട്ട് കാണാം. ഈ കയറ്റത്തിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയാൽ നല്ല ഒന്നാം തരം പണി കിട്ടും ഗൈസ്. അതുകൊണ്ട് നമുക്കിനി കയറ്റം കയറിയിട്ട് കാണാം. കയറുകയാണ്. ഞാനിവിടെ ഒന്ന് തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെയുണ്ടോ കയറ്റം കയറാൻ? അപ്പോൾ ഗൈസ് കയറ്റത്തിട്ട് കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ പൈനാപ്പിൾ തോട്ടം. വാട്ട് എ ബ്യൂട്ടി ഓഫ് പ്രകൃതി. എന്താ അല്ലേ, വിഷയമാണ്. നമ്മുടെ ബാസു ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. ബാസുവിന് മല ഇനി കയറ്റം ചുമക്കാൻ പോവുകയാണ്. ബാസു ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ അപ്പു ബ്രോ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അവനിപ്പോൾ താഴോട്ട് വന്നു. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് തന്നെ? എന്നാൽ ശരി. ഇങ്ങനെ പ്രകൃതിയുടെ ഭംഗി. ഇത് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ തോട്ടം കാണുന്നു. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മുടെ അല്ലെങ്കിലും പ്രകൃതി നമ്മുടെയാണ്. നമ്മൾ പ്രകൃതിയുടെ അവകാശികളാണ്. ഗായ്സ്, അപ്പം നമ്മൾ ഇവിടം വരെ ആയിട്ട് ഇന്ന് പോണത്. എനിക്കിന്നൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടം വരെ നിർത്തിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ പൈനാപ്പിൾ തോട്ടം. നമ്മൾ ഇവിടം വരെ എത്തി. ഇപ്പോൾ അച്ചീവ് ചെയ്തു. ഇനി നമുക്കിനി അങ്ങോട്ട് പോകണം. ഇവിടം വരെ ആയിട്ട് നമ്മൾ നിർത്തിയേക്കണം. ഈ വ്യൂവിന് 5-ൽ എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ പറയുക ഗൈസ്? അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ ചെയ്തല്ലോ, നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാന്ന്. നമ്മളിന്ന് ഈ പൈനാപ്പിൾ തോട്ടം വരെയാണ് പോയത്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴേലും തുടങ്ങുന്നതായിരിക്കും. ഇവിടെ അങ്ങോട്ട് ആ വഴിയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എൻ്റെ ചേട്ടയ്ക്ക് ഒരു ക്ലാസ്സിന് പോകേണ്ട, അതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ച് നിർത്തുന്നത്.
എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തുന്നില്ല ഗൈസ്. ഇനിയും നമ്മുടെ ജേർണി ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗൈസ്. മെയിൽ നമ്മുടെ ജേർണി നമ്മൾ ഫുൾ കണ്ടിന്യൂ ചെയ്യും. ക്ലാസ് ഒക്കെ അവധിയല്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇനി മല ചുമക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ കുഴപ്പമില്ല.